കേരളത്തിലെ ചെറിയൊരു ഭാഗം ആൾക്കാരുടെ മുന്നിൽ ഞാൻ എനിക്ക് തിരുമേനിയോട് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. കേസ് പ്രതി അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഞാൻ ആരുമല്ലാതായില്ലടോ. ഇത് ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റിപ്പോറ്റിയ കുറച്ച് നാറുകള്. സ്നേഹിക്കുന്നവരും വിശ്വസിക്കുന്നവരും പിന്നിൽ നിന്ന് കുത്തിയ അതിനിത്തിരി നൊമ്പരം കൂടും. ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയെന്ന്. ഓക്കെ, എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിച്ചു. നേരെ ജയിലിൽ കയറ്റാം. അതന്നെയാണ് ഡയറക്റ്റ് നേരെ ഇമാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഭയങ്കര ഇടങ്ങേറായിട്ട് വരിക. കാരണം എക്സ്പോസിംഗ് ഒന്നും ഇവർക്ക് ഇതൊക്കെ റീച്ചാണ്. ഇതെല്ലാം നെഗറ്റീവ് റീച്ച് മുന്നോട്ട് പോവാ. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. ഈ സമൂഹത്തില് ഒരാളെ നാറ്റിക്കണമെങ്കിൽ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇവരെനിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. നീയൊക്കെ കൂടെ അവസാനം തന്നെ ജയിലിലും കയറ്റുമല്ലടാ. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ വേണ്ടാത്ത പണിക്ക് പോകണ്ടെന്ന്. ഇത്രയും കോൺഫിഡൻസ് ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം വെച്ചാൽ ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് മടിയാണ്. അയ്യോ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഓഡിയോ ക്ലിപ്സ് ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾ ഇങ്ങനെ ന്യായീകരിക്കുന്നത് കേൾക്കുമ്പോ സങ്കടം തോന്നുക. ഞാൻ ഉണ്ടാക്കി തരാം അങ്ങനത്തെ ഒരു സാധനം. എന്തെല്ലാം പറഞ്ഞു നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ AI വെച്ച്. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു AI വോയിസ് ഇമിറ്റേറ്റിംഗിനും ബ്രില്യന്റ് എഡിറ്റിംഗിനും ഒന്നും എന്നെയോ എന്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല. വോയിസും കൊടുത്തു കഴിഞ്ഞാൽ ആരെ വെച്ചാണ് വോയിസുകൾ ഉണ്ടാക്കാം. മനസ്സിലാ? വെറുതെ കിടന്ന് ഉരുളാദാശനെ ന്യായീകരിച്ച് ഉള്ള ഊർജ്ജം കളയണ്ട. AI ചാരി രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.